മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 4th ചാപ്റ്റർ ആയ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതായത് സാധ്യതകളുടെ ഗണിതം പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്നും അറിയില്ലെങ്കിലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുൾ ഞാൻ സെറ്റ് ആക്കി തരും. ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യുന്നത് എല്ലാം ഞാൻ പഠിപ്പിച്ചു തരും, ഒരു ടെൻഷനും കാര്യങ്ങളും വേണ്ട. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് പറഞ്ഞ മക്കളെ, നമുക്കൊരു പ്രോബബിലിറ്റി, അതായത് സാധ്യത കാണാനൊരു ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതായത് സാധ്യത സമം അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട, എന്തിനാണ് ഇത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും മക്കളെ. ഒരു ബോക്സിൽ എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. അതായത് ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് പറയും നമ്മളോട്? 6 കറുത്ത ബോളുകളും ഉണ്ട്, അതുപോലെ 4 വെള്ള ബോളുകളും ഉണ്ട്. ഇനി നമ്മളോട് ചോദിക്കുക, ആദ്യം എന്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണാൻ പറയും. ഞാൻ പി ഓഫ് ബി എന്ന് എഴുതിയാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് എന്നാണ്. അതായത് കറുത്ത ബോൾ കിട്ടാനുള്ള സാധ്യത എത്ര ചോദിക്കും. അതുപോലെ നമ്മളോട് വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയും ചോദിക്കും, വെള്ള ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയും ചോദിക്കും. ഇത് രണ്ടുമാണ് ഇതെന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കൊരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്? ഒരു പെട്ടിയിൽ 6 ബ്ലാക്ക് ബോൾസും ഉണ്ട്, 4 വൈറ്റ് ബോൾസും ഉണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഇതിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്ര, അതുപോലെ വൈറ്റ് കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരക്കുക. ഈ ബോക്സിൽ എന്തൊക്കെ ഉണ്ട്? ഇത് എന്തൊക്കെയില്ല മക്കളെ? ഇതിൽ 6 ബ്ലാക്ക് ബോൾസും ഉണ്ട്, 4 വൈറ്റ് ബോൾസും ഉണ്ട്. എന്നിട്ട് അതിൽ ടോട്ടൽ എത്ര ഉണ്ട് കൊണ്ട് എഴുതാം. ടോട്ടൽ എത്ര മക്കളെ? ടോട്ടൽ ഇതിൽ 10 ബോൾസ് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനിയുള്ള നമ്മൾ ആൻസർക്ക് വരണ്ടേ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക്, അതായത് കറുത്ത ബോൾ കിട്ടാനുള്ള സാധ്യതയല്ലേ ചോദിച്ച്. അപ്പോൾ ഇതിൽ എത്ര കറുത്ത ബോൾ ഉണ്ട് നോക്കുക. അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. നമ്മളോട് എന്താ ചോദിച്ചത്? അതാണ് നമ്മളെ ഫേവറബിൾ ഔട്ട്കം. അതാണ് നമ്മൾ മേലെ എഴുതേണ്ടത്. എന്താണ് നമ്മളോട് ചോദിച്ചത്? അതാണ് ടോപ്പിൽ എഴുതുക. നമ്മളോട് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യതയല്ലേ. അപ്പോൾ ബ്ലാക്ക് ബോൾസിൻ്റെ എണ്ണം എത്ര മക്കളെ? ഇവിടെ 6 ആണ്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ ഇനി എത്ര ടോട്ടൽ ബോൾസ് ഉണ്ട് നോക്കണം. ഈ പെട്ടിയിൽ എത്ര ബോൾസാണ് മക്കളെ? ടോട്ടൽ 6ഉം 4ഉം കൂട്ടി എത്രയാണ്? 10 ബോൾസ് ഉണ്ട്. അതാണ് നമ്മൾ താഴെ എഴുതുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതായത് മേലെ എഴുതുന്നത് നമ്മളോട് എന്താ ചോദിച്ചത്? ബ്ലാക്ക് ബോൾസിന്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്, അതായത് കറുത്ത ബോളുകളുടെ എണ്ണം, ഡിവൈഡ് ബൈ താഴെ എഴുതേണ്ടത് ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് ഈ പെട്ടിയിൽ. ടോട്ടൽ എത്ര മക്കളെ? 10 ആണ്. അതാണ് താഴെ എഴുതേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് ആകെ ഫലങ്ങളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടിയാൽ നമുക്ക് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 6/10 കിട്ടി. ഇനി വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താക്കും ചെയ്യാം? എത്ര വൈറ്റ് ബോൾസ് ഉണ്ട് മക്കളെ? ഇതിൽ 4 അല്ലേ? 4 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? ഇതിൽ 10 ബോൾസ് ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 10 എന്ന് കിട്ടും. അതായത് 4/10 എന്ന് കിട്ടി. ഇനി നമുക്കൊരു ബോക്സിൽ ഇപ്പോൾ വേറെ തരികയാണ്. ഒരു ബോക്സിൽ എന്തൊക്കെ ഉണ്ട് പറയാം മക്കളെ? ഒരു 3 ഓറഞ്ച് ബോളും ഉണ്ട്, അതേപോലെ ഒരു 12 യെല്ലോ ബോളും ഉണ്ട്, അതുപോലെ ഒരു 10 റെഡ് ബോളും ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് എന്തൊക്കെ ചോദിക്കും? പി ഓഫ് ഒ പറഞ്ഞാൽ ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത, പി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ മഞ്ഞ കിട്ടാനുള്ള സാധ്യത, അതേപോലെ പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത. ഇത് 3 നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഓറഞ്ച് കിട്ടാനുള്ള സാധ്യത. ആദ്യം അതിൻ്റെ മുമ്പ് എന്ത് എഴുതണം? ഈ പെട്ടിയിൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് എഴുതാം. ടോട്ടൽ എത്ര മക്കളെ ഇതിൽ വരിക? 3 + 12 പറഞ്ഞാൽ 15, 15ഉം 10ഉം പറഞ്ഞാൽ 25 ബോൾസ് ഉണ്ട് ഇതിൽ ടോട്ടൽ. ഇനി പി ഓഫ് ഒ പറഞ്ഞാൽ ഓറഞ്ച് കിട്ടാനുള്ള സാധ്യതയല്ല. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. എത്ര ഓറഞ്ച് ബോൾ ഉണ്ട് ഇതിൽ മക്കളെ? 3 ഓറഞ്ച് ബോൾ ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 25 എന്ന് വരും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3/25. അങ്ങനെയാണ് യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ. യെല്ലോ ഇതിൽ എത്ര ഉണ്ട് മക്കളെ? 12 ആണ്. അപ്പോൾ എത്ര വരും? 12/25 എന്ന് വരും. ഇനി റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിൽ റെഡ് ഇതിൽ എത്രയാണ്? 10 ആണ്. 10/25 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ബേസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്കൊരു ജനറൽ ടോപ്പിക്കായിട്ട് വരുന്നത്. നമുക്കൊരു പെട്ടിയിൽ കുറച്ച് ബോൾ വന്നിട്ട് അതിന് എത്ര സാധ്യത കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സാധ്യത പ്രോബബിലിറ്റി കാണാൻ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? സാധ്യത കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾ ഇക്വേഷൻ കാര്യങ്ങളൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട. നമുക്ക് എന്താ വേണ്ടത്? അത് മേലെ ഇത് ഡിവൈഡ് ബൈ താഴെ എപ്പോഴും എന്താക്കാരം? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. എപ്പോഴും താഴെ ടോട്ടൽ എഴുതേണ്ടത്. മേലെ നമ്മളോട് എന്താ ചോദിച്ചത്? ഓറഞ്ച് ബോൾ കിട്ടാനുള്ള സാധ്യത ആണെങ്കിൽ ഓറഞ്ച് ബോളുകളുടെ എണ്ണം, എന്താ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത ബ്ലാക്ക് ബോൾസിൻ്റെ എണ്ണം. എന്താണ് നമ്മളോട് ചോദിച്ചത്? അത് മേലെ എഴുതുക. താഴെ എപ്പോഴും ടോട്ടൽ ആക്കണം. ഈ ചാപ്റ്ററിൽ മൊത്തം താഴെ എപ്പോഴും ടോട്ടലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കിയാലോ. അപ്പോൾ മക്കളെ, നമ്മൾ ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ മക്കളെ. എ ബോക്സ് കണ്ടെയ്ൻസ് 3 റെഡ് ആൻഡ് 7 ഗ്രീൻ ബോൾസ്. അതായത് ഒരു പെട്ടിയിൽ എന്തുണ്ട്? 3 ചുവന്ന ബോളുകളുണ്ട്, അതുപോലെ 7 പച്ച ബോളുകളുണ്ട്. ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് 4 റെഡ് ആൻഡ് 8 ഗ്രീൻ ബോൾസ്. വേറെ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട്? 4 എന്താണ് റെഡ് ബോൾസും ഉണ്ട്, 8 ഗ്രീൻ ബോൾസും ഉണ്ട്, 8 പച്ചപ്പന്തുകളുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ. അതായത് ഏത് പെട്ടിന്നാണ് റെഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചാൽ, റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഏത് പെട്ടിയിലാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 ബോക്സ് ഒന്ന് വരച്ച് വെക്കാം. നമ്മൾ ഫസ്റ്റ് ബോക്സിൽ എന്തൊക്കെയാണ് മക്കളെ? ആദ്യത്തെ ബോക്സിൽ നമുക്കറിയാം
ആദ്യത്തെ ബോക്സിൽ എന്ത് ചെയ്യുന്നു 3 റെഡ് ബോൾസ് ഉണ്ടായിരുന്നു. അതുപോലെ എത്ര ഗ്രീൻ ബോൾസ് ആണ് 7 ഗ്രീൻ ബോൾസ്. ടോട്ടൽ എത്ര ഉണ്ട് എഴുതി വെക്കുക. ടോട്ടൽ എത്ര ആണ് 10 ബോൾസ് ഉണ്ട്. അതേപോലെ സെക്കൻഡ് ബോക്സിൽ ഇത് ഫസ്റ്റ് ബോക്സ്. അടുത്തത് സെക്കൻഡ് ബോക്സിൽ എന്തൊക്കെയാണ് മക്കളെ? സെക്കൻഡ് ബോക്സിൽ 4 റെഡ് ബോൾസ് ഉണ്ട്. അതുപോലെ എത്ര ഉണ്ട് 8 ഗ്രീൻ ബോൾസ് ഉണ്ട്. ടോട്ടൽ എത്ര ബോൾസാണ് മക്കളെ സെക്കൻഡിൽ? 12 ബോൾസ് ഉണ്ട്. ആദ്യം ഇതൊന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് ബോക്സിൽ എന്തൊക്കെ ഉണ്ട്, അതിൽ ടോട്ടൽ എത്ര ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ട്, അതിൽ ടോട്ടൽ ഉണ്ട് എത്ര ഉണ്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഏതിലാണ് കൂടുതൽ എന്നല്ല വെച്ചാൽ അപ്പോൾ നമ്മൾ രണ്ടിന്ന് എന്ത് ആദ്യം കണ്ടുപിടിക്കുക? 2 ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, റെഡ് കിട്ടാനുള്ള സാധ്യത ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര വരും മക്കളെ? റെഡ് ഇതിൽ എത്ര 3 എണ്ണല്ലേ? 3 ഡിവൈഡ് ബൈ താഴെ എപ്പോഴും എന്ത് ചെയ്ത് നമ്മൾ ടോട്ടൽ ബോൾസ് ടോട്ടൽ എത്ര ആണ് 10. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര വന്നു മക്കളെ? 3/10 എന്ന് വന്നു. ഇനി സെക്കൻഡ് ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര വരിക? റെഡ് ഇതിൽ 4 എണ്ണം. പി ഓഫ് ആർ ഈസിക്കൽ റെഡ് കിട്ടാനുള്ള സാധ്യത 4 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര മക്കളെ? 12 ആണ്. അപ്പം 4/12 എന്ന് കിട്ടും. അപ്പോൾ റെഡ് എയില കൂടുതൽ കാണുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 2ന്റെ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ആദ്യത്തെ ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ചില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട മക്കളെ, നമ്മളിതൊന്ന് ആ ഫസ്റ്റ് ബോക്സ് അതുപോലെ സെക്കൻഡ് ബോക്സ് എന്ന് എഴുതാം. ഇത് രണ്ടും കണ്ടുപിടിച്ച ശേഷം ഫസ്റ്റത്തെ ബോക്സിൽ സെക്കൻഡ് ബോക്സിൽ ഏതൊക്കെയാണ് എഴുതിയേക്കുക. ഫസ്റ്റ് ബോക്സിൽ എത്രയാണ് മക്കളെ? 3/10. സെക്കൻഡ് ബോക്സിൽ 4/12. ഇനി ശ്രദ്ധിക്കട്ടോ മക്കളെ, ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് രണ്ടെന്നും ഏത് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ ചോദിച്ചാൽ ആ സാധനത്തിന് നമ്മൾ റെഡ് കിട്ടാനല്ലോ ചോദിച്ച് അപ്പോൾ നമ്മൾ രണ്ടിന്ന് എന്ത് കണ്ടുപിടിച്ചു? റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ആദ്യത്തിന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു, രണ്ടാമത്തേന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തിന് രണ്ടാമത്തെ ഒന്ന് മാറ്റി എഴുതി വെക്കുക. ആദ്യത്തിൽ എത്ര 3/10, രണ്ടാമത്തിൽ 4/12 എന്ന് സൈഡിലൊന്ന് വേറെ എഴുതി വെച്ചു. ഇനി ഇത് തമ്മിലൊന്ന് ക്രോസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് ആട്ടോ മക്കളെ, ഏതിലാ കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കൂടുതൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് തമ്മിലൊന്ന് ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതിലാ കൂടുതൽ കണ്ടുപിടിക്കണം. അപ്പോൾ 3/10 4/12 നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഏതിനാണ് റെഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ, പ്രോബിലിറ്റി കൂടുതൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇതിന് രണ്ടും ഫസ്റ്റ് ബോക്സ് സെക്കൻഡ് ബോക്സ് എഴുതി ഇത് തമ്മിലൊന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ 3 × 12 എത്ര മക്കളെ? 12 × 3 പറഞ്ഞാൽ നമുക്ക് 36 എന്ന് വരും അല്ലേ? ഓക്കെ അല്ലേ? 12 × 3 ഇത് തമ്മിൽ ക്രോസ് ചെയ്യണം. അപ്പോൾ ആദ്യം 3 × 12 36 3ന്റെ മേലെ എഴുതി കൊടുക്കുക. അതേപോലെ 10 × 4 പറഞ്ഞാൽ 40 ഇതിൻ്റെ മേലെ എഴുതി കൊടുക്കുക, 4ന്റെ മേലെ എഴുതി കൊടുക്കുക. പരിപാടി കഴിഞ്ഞു, നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 2ന്റെ പ്രോബബിലിറ്റി എഴുതി വെക്കുക. ഇനി ഇത് തമ്മിൽ ഒന്ന് ക്രോസ് ചെയ്യുക. ആദ്യം 12 × 3 36, 10 × 4 40. ഇനി മക്കളെ നിങ്ങൾ പറ, 36 ആണോ 40 ആണോ ഇതിൽ വലുത്? നിങ്ങൾ പറ, 36 40 വലുത്? 40 വലുത്. അപ്പോൾ ഏതാണോ വലുത് അത് ഏത് ബോക്സിലാണ്? 40 കിട്ടിയത് സെക്കൻഡ് ബോക്സിലാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് തമ്മിൽ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത ശേഷം ഏതാണോ വലുത് നോക്കുക. ഇതിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ 45 എഴുതിക്കോ. അപ്പോൾ നമ്മൾ എഴുതാം ഫസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. ഇനി ഇവിടെ 35 36 അല്ലേ? 36 വലുതല്ലേ 40? അപ്പോൾ ഏത് ബോക്സിൽ നിന്നാണ് പ്രോബബിലിറ്റി കൂടുതൽ? രണ്ടാമത്തെ ബോക്സിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് വെക്കുക. ദെർഫോർ റെഡ് ഫ്രം ഏത് ബാഗിൽ നിന്ന് മക്കളെ? റെഡ് ഫ്രം എന്താണ്? സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ബോക്സ് ഈസ് മോർ എന്ന് എഴുതിയേക്കാം. മലയാളത്തിൽ എങ്ങനെ നമ്മൾ എഴുതുക? ചുവന്ന പന്ത് കിട്ടാൻ സാധ്യത കൂടുതൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കുന്നതാണ് എന്ന് എഴുതി വെച്ചാൽ മതി. ഏത് പെട്ടിയിൽ നിന്ന് എടുക്കാൻ സാധ്യത കൂടുതൽ എന്ന് വെച്ചാൽ അപ്പോൾ ചുവപ്പ് കിട്ടാൻ സാധ്യത കൂടുതൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ദെർഫോർ റെഡ് ഫ്രം സെക്കൻഡ് ബോക്സ് ഈസ് മോർ എന്ന് എഴുതി വെച്ചാൽ മതി. ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക കേട്ടോ മക്കളെ. അങ്ങനെയാണ് വേറൊരു കാര്യം ഞാൻ അവിടെ എഴുതി വെച്ചിട്ട് എന്താ മേലെ എഴുതിക്കണം മക്കളെ? ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1. എപ്പോഴും മക്കളെ ടോട്ടൽ പ്രോബബിലിറ്റി ആകെ സാധ്യത പറഞ്ഞാൽ 1 ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ സാർ എന്ത് ചെയ്യും 1 പറയുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളോട് പറയാണ് ഒരു ബോക്സിൽ കുറച്ച് റെഡ് ബോൾസും ഉണ്ട്, കുറച്ച് എന്താ പറയുക വൈറ്റ് ബോൾസും ഉണ്ട്. ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് മക്കളെ? കുറച്ച് റെഡ് ബോൾസും ഉണ്ട്, കുറച്ച് വൈറ്റ് ബോൾസും ഉണ്ട്. ഇനി നമുക്ക് തരും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1/3 എന്ന് തരും. എന്താ തരും മക്കളെ? റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര തരും? 1/6 എന്ന് തരും. ഇനി നമ്മളോട് വൈറ്റ് കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിക്കും. അതായത് വെള്ള കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ബോൾസിൻ്റെ എണ്ണോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളോട് പറയാം എ ബോക്സ് കണ്ടെയ്ൻസ് സം റെഡ് ആൻഡ് സം വൈറ്റ് ബോൾസ്. ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട്? കുറച്ച് ചുവന്ന പന്തുകളുണ്ട്,
കുറച്ച് വെള്ള പന്തുകളുണ്ട്, ചുവന്ന കിട്ടാനുള്ള സാധ്യത, ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത 1/3 അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. ഇനി നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ, അതായത് വെള്ള പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്ര ആയിരിക്കും മക്കളെ? 1 ആയിരിക്കും. അതായത് ഇതും വൈറ്റിൻ്റെ റെഡിന് കൂട്ടി എത്ര പ്രോബബിലിറ്റി എത്ര വരിക? 1 ആക്കണം വരിക. അപ്പോൾ മക്കളെ നിങ്ങളോട് പറയാൻ ഞാൻ ഇത് വൈറ്റും റെഡും കൂട്ടിയാൽ 5 കിട്ടും. വൈറ്റിൻ്റെ 3 ആണെങ്കിൽ റെഡിൻ്റെ എത്ര ആക്കാരം? 5 - 3 2 എന്ന് വരും. അങ്ങനെ നമ്മളെ കൺസെപ്റ്റ് പ്രകാരം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 തന്നിട്ടില്ലേ? അങ്ങനെയാണ് വൈറ്റ് കിട്ടാലും എങ്ങനെ കണ്ടുപിടിക്കുക? 1 1/3 കുറച്ചാൽ മതിയല്ലേ? രണ്ടും കൂട്ടുമ്പോൾ 1 കിട്ടണം. അങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/3 എന്ന് വരും. 1 എന്ത് കുറച്ചാൽ മതി? 1/3 കുറച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് ഇതിനെ 1/1 എന്ന് എഴുതി കൂടെ. നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തി? 1/1. ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് എന്താ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ വരാം മക്കളെ? 1/3 പറഞ്ഞാൽ 3 - 1/1 പറഞ്ഞാൽ 1 / 1/3 പറഞ്ഞാൽ 3 ഈസിക്കൽ എത്ര കിട്ടും? 2/3 കിട്ടും. അതായത് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര കിട്ടി മക്കളെ? നമുക്ക് 2/3 കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്ര കാര്യം? 1 ആയിരിക്കും. ഓക്കെ, എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി എത്ര കാര്യം? 1 ആയിരിക്കും. അതിന് നമുക്ക് റെഡ് കിട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് മറ്റേത് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 1 തന്നത് കുറച്ചാൽ മതി. മക്കളെ ഇത് നോക്ക്, 2/3 1/3 കൂട്ടുമ്പോൾ 1 കിട്ടുന്നുണ്ട്. നോക്ക്, 2/3 + 1/3 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം അല്ലേ? 3 അതേപോലെ എഴുതി വെച്ച് 2 + 1 പറഞ്ഞാൽ 3. 3/3 എത്ര വരും? 1 എന്ന് വരും. അതായത് 2 സാധ്യതയും കൂട്ടുമ്പോൾ എത്ര കിട്ടണം നമുക്ക്? 1 കിട്ടണം. ഇതാണ് നമ്മളെ കണ്ടീഷൻ. സെറ്റല്ലേ മക്കളെ? അതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ കൺസെപ്റ്റും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും എന്നൊന്ന് മനസ്സിലാക്കി വെക്കട്ടെ നിങ്ങൾ. അപ്പോൾ മക്കളെ ഈ ടോപ്പിക്കിൽ നിന്ന് കൺഫ്യൂസ്ഡ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോട് പറഞ്ഞ എന്താ മക്കളെ ക്വസ്റ്റ്യനിൽ? എ ബോക്സ് കണ്ടെയ്ൻസ് 10 ബ്ലാക്ക് ആൻഡ് സം വൈറ്റ് ബോൾസ്. അതായത് ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട്? 10 കറുത്ത പന്തുകളുണ്ട്, അതുപോലെ കുറച്ച് വെള്ള പന്തുകളുണ്ട്. എത്ര എണ്ണം ഒന്നും നമുക്ക് തന്നിട്ടില്ല, കുറച്ച് വൈറ്റ് ബോൾസ് ഉണ്ട് പറഞ്ഞു. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ ഈസ് 1/5. അതായത് കറുത്ത ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/5 എന്ന് തന്നിട്ട്. ഇത് മാത്രം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിക്കണേ. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്? അതായത് ഈ പെട്ടിയിൽ എത്ര ബോൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്, എത്ര പന്തുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് തന്ന കാര്യങ്ങളൊന്നും എഴുതി വെക്കാം. നമുക്കറിയാം എന്താ തന്നിക്കണേ? ഒരു പെട്ടിൻ്റെ ഈ പെട്ടിയിൽ എന്തൊക്കെയില്ലേ മക്കളെ? എന്തൊക്കെയല്ലത്? 10 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. 10 ബ്ലാക്ക് ബോൾസും സം വൈറ്റ് ബോൾസ്, കുറച്ച് വെള്ള പന്തുകളുണ്ട്. എത്ര നമുക്കറിയില്ല. 10 ബ്ലാക്ക് ബോൾസും ഉണ്ട്, കുറച്ച് വൈറ്റ് ബോൾസും ഉണ്ട്. ഇനി നമുക്ക് തന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്ത് കിട്ടാനുള്ള സാധ്യത തന്നിക്കണു മക്കളെ? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത നമുക്ക് എത്ര തന്നിക്കണു? 1/5 തന്നിക്കണം. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്ര തന്നിക്കണം മക്കളെ? നമുക്ക് 1/5 തന്നിക്കണം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യം. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചത് ആദ്യം? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്? അതായത് ഈ പെട്ടിയിൽ എത്ര ബോൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, എത്ര ബോൾസ് ഉണ്ട് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ മക്കളെ നമുക്ക് ആകെ തന്നത് ബ്ലാക്ക് ബോൾസിൻ്റെ എണ്ണം 10 തന്നിക്കണു. അതുപോലെ ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത, കറുത്ത കിട്ടാനുള്ള സാധ്യത എത്ര? 1/5 തന്നിക്കണു. അപ്പോൾ ഈ 1/5 പറഞ്ഞത് ഏതോ ഒരു ലാസ്റ്റ് ആൻസറിന് ചെറുതാക്കിയ ഫോം ആക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഇപ്പോൾ ഒരു 5/10 പറഞ്ഞാൽ നമുക്ക് ഇതിനെ ചെറുതാക്കിയ 2/5 എന്ന് എഴുതാം. 5/10 5 കൊണ്ട് ചെറുതാക്കി എന്ത് എഴുതാം? 2/5 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷനെ ചെറുതാക്കിയ ഫോമാണ് ഈ 1/5 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ വലിയ ഫോമൊക്കെ ആക്കണം. എന്നാലും ഇതിൽ എത്ര ബോൾസ് ഉണ്ട്, ഈ പെട്ടിയിൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ ലാർജസ്റ്റ് ഫോമൊക്കെ ആക്കണം, വലിയ ഫോമൊക്കെ ആക്കി മാറ്റണം. അതിന് ഇത്ര ഉള്ളൂ ചെയ്യേണ്ട മക്കളെ. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ 1/5 നിൽക്കണേ. ബ്ലാക്ക് ബോൾസിന് എണ്ണം എത്ര ഉണ്ട് നോക്കുക? 10 അല്ലേ? അപ്പോൾ നമ്മൾ ഈ 1നെ 10 ആക്കിയാൽ മതി. എന്നാലും നമുക്ക് 10/, ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ 10/50, അതായത് 50ൽ 10 കറുത്ത ബോളുകളുണ്ട് പറയാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യതയും തന്നിക്കണം, ബ്ലാക്ക് ബോൾസിൻ്റെ എണ്ണവും തന്നിക്കണമെങ്കിൽ ഇത് ഏതോ ആൻസറിന് ചെറുതാക്കിയ ഫോമാണ്. അപ്പോൾ ഇതിന് വലിയ ഫോമൊക്കെ ആക്കാൻ ഈ 1 10 ആക്കണം. ഓക്കെ, 1 എന്താക്കണം? 10 ആക്കണം. 10 ബ്ലാക്ക് ബോൾസ് അല്ലേ? 1 നമുക്ക് എഴുതാൻ പറ്റില്ല. 1/5 പറഞ്ഞാൽ 5ൽ ബ്ലാക്ക് ബോളാണ്. ഇത് ഏതോ ഫോമിനെ ചെറുതാക്കിയതാണ്. അപ്പോൾ ഈ 1നെ എന്താക്കണം? നമ്മൾ 10 ആക്കണം. 1നെ 10 ആക്കാൻ എന്തുകൊണ്ട് ഗുണിക്കണം മക്കളെ? 10 കൊണ്ട് ഗുണിച്ചാലല്ലേ, 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലല്ലേ 1നെ 10 ആക്കാൻ പറ്റുക. നമുക്ക് മേലെ മാത്രം ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉണ്ടെങ്കിൽ, അംശവും ഛേദമുണ്ടെങ്കിൽ അംശത്തിൽ എന്തോട്ട് ഗുണിച്ചോ അതന്നെ എവിടെയും ഗുണിക്കണം, ഛേദത്തിലും ഗുണിക്കണം. അതായത് ന്യൂമറേറ്ററിൽ എന്ത് ഗുണിച്ചാലും എവിടെയും ഗുണിക്കണം, ഡിനോമിനേറ്ററിലും ഗുണിക്കണം. അപ്പോൾ താഴെയും ഇണ്ടോട്ട് 10 ചെയ്തു. ഈ സിഗിൾട്ട് എത്ര വരും മക്കളെ? 1/10 പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 5/10 പറഞ്ഞാൽ നമുക്കറിയാം 50 ആണ്. എത്ര വരും മക്കളെ? 50 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 10/50 കിട്ടിയില്ല. ഇപ്പം നമുക്ക് പറഞ്ഞൂടെ 50ൽ 10 എന്താ പറയുക ബ്ലാക്ക് ബോൾസ് ആണ് എന്ന്?
എന്ത് പറയാം നമുക്ക് 50-ൽ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട് പറയാം 10 ബ്ലാക്ക് ബോൾസ് ഉണ്ട് പറയാം ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ചെയ്തുമ്പോൾ നോക്ക് മക്കളെ ഇവിടെ 50 ടോട്ടൽ ബോൾസും 10 ബ്ലാക്ക് ബോളും ആണെങ്കിലല്ലേ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ഈസ് ഈക്വൽ ടു വേണ്ടത് 10 ബ്ലാക്ക് അല്ലേ 10 എണ്ണം അപ്പോൾ 10 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര 50 അതിന് 0 കട്ട് ചെയ്ത് 1/5 എത്തും അപ്പോൾ നമുക്ക് നേരെ ചെറിയ ഫോം തന്നിട്ട് നമ്മൾ വലിയ ഫോമുക്ക് ആക്കി ഇപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇതിൽ എത്ര ഉണ്ട് 50 എണ്ണാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എത്ര കിട്ടി 50 ബ്ലാക്ക് ബോൾസ് അല്ല ടോട്ടൽ ബോൾസ് എത്ര ഉണ്ട് 50 ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അതിന് വലിയ ഫോമുക്ക് ആക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് കിട്ടും ഓക്കെ ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ PYQ സീരീസ് 14 ക്വസ്റ്റ്യൻസിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഇങ്ങനത്തെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്ത് കൺഫേം ആക്കുക നിങ്ങൾക്ക് ഓക്കെ ആണ് കൺസെപ്റ്റ് കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ അതിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അടുത്താണെങ്കിൽ നമ്മളോട് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് ഓക്കെ ഗ്രീൻ ബോൾസിൻ്റെ എണ്ണം ഗ്രീൻ ബോൾസ് വെച്ചോളൂ മക്കളെ വൈറ്റ് അല്ലേ സോറി വൈറ്റ് ബോൾസ് ആട്ടോ ഫൈൻഡ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് അങ്ങനെയാണെങ്കിൽ എത്ര വൈറ്റ് ബോൾ ഉണ്ടാവും മക്കളെ ഇതിൽ ഈ പെട്ടിയിൽ എത്ര വൈറ്റ് ബോൾസ് ഉണ്ടാവും നമുക്കിപ്പോൾ ടോട്ടൽ 50 എണ്ണം കിട്ടിയില്ലേ 10 ബ്ലാക്ക് ബോൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൽ വൈറ്റ് എത്ര മക്കളെ 50 - 10 പറഞ്ഞാൽ 40 വൈറ്റ് ബോൾസ് ഉണ്ടാവും ഈ പെട്ടിയിൽ എത്ര വൈറ്റ് ബോൾസ് ഉണ്ട് 40 വൈറ്റ് ബോൾസ് ഉണ്ടാവും അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എത്ര കിട്ടി നമുക്ക് 40 എന്ന് കിട്ടി ഇനി എന്ത് ലാസ്റ്റ് ചോദിച്ചാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ അതായത് ഇതിന്ന് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ P(W) വെള്ള കിട്ടാനുള്ള സാധ്യത പറഞ്ഞാൽ വെള്ളത്തിൽ എത്ര എണ്ണാണ് 40 എണ്ണാണ് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം അതിൽ 50 എണ്ണാണ് അപ്പോൾ 40 ഡിവൈഡ് ബൈ 50 വരും ഇതൊന്ന് കട്ട് ചെയ്താൽ 0 കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 4/5 ആൻസർ കിട്ടും അതായത് വെള്ള കിട്ടാനുള്ള സാധ്യത എത്ര കിട്ടി മക്കളെ നമുക്ക് 4/5 ആൻസർ കിട്ടി അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നാൽ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ മക്കളെ അപ്പോൾ മക്കളെ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമ്മളോട് പറഞ്ഞ മക്കളെ എ ബോക്സ് കണ്ടെയ്ൻസ് സം യെല്ലോ ആൻഡ് ബ്ലൂ ബോൾസ് അതായത് എന്താണ് ഒരു പെട്ടിയിൽ എന്തുണ്ട് കുറച്ച് യെല്ലോ ബോൾസ് മഞ്ഞ പന്തുകളുണ്ട് അതേപോലെ നീല പന്തുകളുണ്ട് വേറെ എന്താ നിൽക്കണേ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 16 ടോട്ടൽ എത്ര പന്തുകളാണ് 16 പന്തുകളാണ് ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ യെല്ലോ ബോൾ ഈസ് 1/4 അതായത് മഞ്ഞ പന്ത് കിട്ടാനുള്ള സാധ്യത 1/4 തന്നിക്കണം ഇത്ര കാര്യം നമുക്ക് തന്നിക്കണം നമ്മൾ ഫസ്റ്റ് ചോദിച്ചത് ഹൗ മെനി യെല്ലോ ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ് ഈ പെട്ടിയിൽ എത്ര മഞ്ഞ പന്തുകളുണ്ട് അതുപോലെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ ബോൾ അതായത് നീലപ്പന്ത് കിട്ടാനുള്ള സാധ്യത ഇത്ര കാര്യം നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ച് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് നമുക്ക് തന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം നമുക്ക് തന്നത് ഒരു പെട്ടിയുണ്ട് ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് മക്കളെ കുറച്ച് യെല്ലോ ബോൾസ് ഉണ്ട് അതേപോലെ ബ്ലൂ ബോൾസ് ഉണ്ട് മഞ്ഞപ്പന്തുകളുണ്ട് അതേപോലെ നീലപ്പന്തുകളുണ്ട് ഇനി നമുക്ക് വേറെ എന്താ തന്നെ മഞ്ഞപ്പന്ത് കിട്ടാനുള്ള സാധ്യത P(Y) എത്ര തന്നിക്കണം നമുക്ക് 1/4 എന്ന് തന്നിക്കണം മഞ്ഞ കിട്ടാനുള്ള സാധ്യത എത്ര മക്കളെ 1/4 എന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ഹൗ മെനി യെല്ലോ ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ് പിന്നെ എന്താ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ടോട്ടൽ എത്രയും തന്നിക്കണു 16 തന്നിക്കണം ടോട്ടൽ എത്ര തന്നിക്കണു 16 തന്നിക്കണം ഇത്ര കാര്യം തന്നെ ഇനി നമുക്ക് മഞ്ഞ ബോൾസിൻ്റെ എണ്ണം യെല്ലോ ബോൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ് പക്ഷേ ഇവിടെ യെല്ലോ ബോൾസ് തന്നിട്ടില്ല അപ്പം ഇവിടെ നോക്ക് 1/4 യെല്ലോ ബോൾ കിട്ടാലോ പ്രോബബിലിറ്റി യെല്ലോ ബോൾസിൻ്റെ എണ്ണം അവിടെ ഒരു 4 തന്നിക്കണേ നമ്മൾ 1-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 8 തന്നിക്കണേ 1-നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പക്ഷേ യെല്ലോ ബോൾസിൻ്റെ എണ്ണം തന്നിട്ടില്ല പക്ഷെ എന്ത് തന്നിക്കണം നമുക്ക് ടോട്ടൽ ബോൾസ് തന്നിട്ടില്ലേ ടോട്ടൽ എത്ര ബോൾസാണ് മക്കളെ 16 ബോൾസ് ആണ് ഉള്ളത് ടോട്ടൽ എത്ര ഉള്ളത് 16 ബോൾസ് ഉള്ളത് അപ്പോൾ മക്കളെ യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4 പറഞ്ഞാൽ 4-ലൊരു യെല്ലോ ബോൾ എന്നാണോ അല്ല ഏതോ ഒരു ലാസ്റ്റ് ആൻസറിനെ ഷോർട്ട് ചെയ്ത ഫോമാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ ബോൾസ് എത്ര ആക്കി കൊടുത്താൽ മതി 16 ആക്കി കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ബോൾസിൻ്റെ എണ്ണം കിട്ടൂലേ നേരത്തെ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് മക്കളെ അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ബോൾസ് എത്ര നമുക്കറിയാം 16 അറിയാം അപ്പോൾ 4-നെ 16 ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും മക്കളെ 4-നെ എന്തോട്ട് ഗുണിച്ചാൽ നമുക്ക് 16 കിട്ടുക 4 കൊണ്ടല്ലേ അപ്പോൾ എന്ത് ചെയ്യണം × 4 ചെയ്യണം താഴെ മാത്രം ചെയ്യാൻ പറ്റുമോ ഇല്ല മേലും ചെയ്യണം മേലെ × 4 ഈ സിഗിൽ എത്ര കിട്ടും മക്കളെ നമുക്ക് 4/16 എന്ന് കിട്ടും ഓക്കെ എത്ര കിട്ടിയപ്പോൾ നമുക്ക് 4/16 യെല്ലോ കിട്ടാനുള്ള സാധ്യത അങ്ങനെയാണ് നമുക്ക് പറഞ്ഞുകൂടെ യെല്ലോ ബോൾസിൻ്റെ എണ്ണം എത്ര മക്കളെ 16-ൽ 4 യെല്ലോ ബോൾസ് ഉണ്ടാവും 16-ൽ 4 മഞ്ഞ പന്തുകൾ ഉണ്ടാവും അങ്ങനെയാണ് യെല്ലോ ബോൾസിൻ്റെ എണ്ണം എത്ര കിട്ടിയ മക്കളെ നമുക്ക് 4 എന്ന് കിട്ടി അതായത് ഹൗ മെനി യെല്ലോ ബോൾസ് ആർ ഇൻ ദ ബോക്സ് പറഞ്ഞത് 4 ബോൾസ് എന്ന് വരും എത്രയാണ് മക്കളെ 4 യെല്ലോ ബോൾസ് ഉണ്ട് ഈ പെട്ടിയിൽ 4 എന്ന് കിട്ടിയില്ല എന്താ ചെയ്ത് നമ്മൾ ഡിനോമിനേറ്റർ നമുക്കറിയാം ടോട്ടൽ ബോൾസ് 16 ആണ് അപ്പോൾ 4-നെ 16 ആക്കി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ 4 × 4 16 1 × 4 എത്ര കിട്ടും 4/16 എന്ന് കിട്ടും ഇനി ഫൈൻ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ ബോൾ അല്ലേ നീലപ്പന്ത് കിട്ടാനുള്ള സാധ്യത അല്ലേ അങ്ങനെയാണ് നമുക്ക് അതിൽ എത്ര നീലപ്പന്ത് ഉണ്ടാവും 4 യെല്ലോ ബോളാണ് 16-ന് 4 കുറച്ചാൽ
12 ബ്ലൂ ബോൾസ് ഉണ്ടാവില്ലേ, 12 നീല പന്തുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയാണെങ്കിൽ നീല കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ഈസ് ഈക്വൽ ടു ഇതിൽ ടോട്ടൽ എത്ര ഉണ്ട് 12 ബ്ലൂ ബോൾസിൻ്റെ ഡിവൈഡ് ബൈ ടോട്ടൽ ബോൾസ് എത്രയാണ് 16 എന്ന് വരും. 12/16 നമുക്ക് വേണമെങ്കിൽ 4 കൊണ്ട് ചെറുതാക്കാം. 4 കൊണ്ട് ചെറുതാക്കി എത്ര വരും മക്കളെ? 12 4 3 വട്ടം, 16 4 വട്ടം. ആൻസർ എത്ര കിട്ടും? 3/4 എന്ന് കിട്ടും, അല്ലെങ്കിൽ 12/16 എഴുതി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ടോട്ടൽ യെല്ലോ ബോൾസ് 4 എന്ന് കിട്ടി, ബ്ലൂ ബോൾസ് 12 കിട്ടി, ബ്ലൂ ബോൾ കിട്ടിയാൽ പ്രോബബിലിറ്റി 12/16 കിട്ടി. അപ്പോൾ ഈ രണ്ട് മോഡൽ നമ്മൾ ഇപ്പോഴും നേരത്തെ ചെയ്ത മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. അധികം കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ്. ഡയറക്റ്റ് അല്ല, ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അതിലൊരു ഇൻഡയറക്റ്റ് ആയി ചോദിക്കുന്ന എക്സാമിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി ചെയ്യട്ടെ മക്കളെ. അപ്പോൾ മക്കളെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ലാസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ, നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കത്തെ ലാസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എക്സാമിന് നിങ്ങൾ ഏത് PYQ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും നമ്മൾ കാണുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞത് 1 is asked to say a 1 digit number. അതായത് ഒരാളോട് ഒരു 1 digit നമ്പർ പറഞ്ഞ എന്താ മക്കളെ? ഒരക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. ഒരാളുടെ എന്താ ആവശ്യപ്പെട്ടു? ഒരു 1 digit നമ്പർ, അതായത് ഒരക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? അതായത് അത് എന്താവാനുള്ള സാധ്യത? ഒരു അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എത്ര ചോദിച്ചു. അതുപോലെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പൂർണ്ണവർഗം ആവാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എഴുതേണ്ട മക്കളെ ടോട്ടൽ നമ്പർ എത്ര ഉണ്ട് എന്നാ. ആദ്യം എന്താ എഴുതേണ്ട മക്കളെ? ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പേഴ്സ് എത്ര ടോട്ടൽ നമ്പേഴ്സ് ഉണ്ട്? എന്താ മക്കളെ അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് 1 digit നമ്പർ പറഞ്ഞാൽ എന്താ? ഒരക്ക സംഖ്യകളല്ലേ. ഒരക്ക സംഖ്യ പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെ മക്കളെ? 1 മുതൽ 9 വരെ അല്ലേ ഇന്നാലേ നമ്മൾ 1 digit നമ്പർ പറയാം. അപ്പോൾ 1 മുതൽ 9 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം എഴുതുന്നത് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 9 നമ്പേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതി തരാം. 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു 1 is asked to say a number അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആദ്യം ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇത്. ടോട്ടൽ 1 digit നമ്പർ നമുക്ക് 9 എന്ന് അറിയാം. അങ്ങനെ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടോട്ടൽ നമ്പേഴ്സ് ഈസിക്കൽ ടു എന്താ നമ്മളോട് ചോദിച്ചാൽ അത് എഴുതി വെക്കുക. അവിടെ നമുക്ക് 1 digit നമ്പർ ആയതും ടോട്ടൽ നമ്പേഴ്സ് 9 ഏതൊക്കെയെന്നും കൂടി ഞാൻ എഴുതി വെച്ചുകൊണ്ട് 1 മുതൽ 9 വരെ. ഇനി അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. എന്താണ് പ്രൈം നമ്പേഴ്സ്, അതേപോലെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഈ രണ്ട് കാര്യങ്ങൾ അറിയണം. പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ മക്കളെ ഒന്നുകൊണ്ടും അതേ സംഖ്യയെ കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റിയ, ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈം നമ്പേഴ്സ്. ഒന്നുകൊണ്ടും സെയിം നമ്പറെ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സിനെ എന്ത് വിളിക്കുക? നമ്മൾ പ്രൈം നമ്പേഴ്സിന് വിളിക്കുക. നിങ്ങൾ മിനിമം ഒരു 30 വരെയുള്ള പ്രൈം നമ്പർ ഏതാണെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം, ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് 2 3 5 7 11 13 17 19 23 29. ഇത്രയാണ് 30 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. ഇവിടെ നിൽക്കൂല, എക്സെട്ര പറഞ്ഞു പോകും. അപ്പോൾ ഒന്നുകൊണ്ടും അതേ നമ്പറെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈം നമ്പേഴ്സിന് വിളിക്കുക. അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. എന്താണ് അഭാജ്യ സംഖ്യകൾ? ഏതൊക്കെ മക്കളെ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. 2 3 5 7 11 13 17 19 23 29. ഇത്രയെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെക്കണം. ഒരു 30 വരെ അല്ലെങ്കിലും കാണാതെ പഠിക്കുക. ഓക്കെ, അടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അറിയാൻ നിങ്ങൾക്കറിയാം, പൂർണ്ണവർഗ്ഗങ്ങൾ പറയാം. അതായത് ഇതിൻ്റെയൊക്കെ റൂട്ട് എടുത്താൽ നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ കിട്ടും. ഇതിൻ്റെയൊക്കെ വർഗ്ഗങ്ങൾ എടുത്താൽ നമുക്ക് കറക്റ്റ് ഒരു ഉത്തരം കിട്ടും. അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെ മക്കളെ? 1 4 9 16 25 36 49 64 81 100 എക്സെട്ര. നമുക്കറിയാം റൂട്ട് 1 പറഞ്ഞാൽ 1 ആണ്, റൂട്ട് 4 പറഞ്ഞാൽ 2 ആണ്, റൂട്ട് 9 പറഞ്ഞാൽ 3 ആണ്, റൂട്ട് 16 പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് എടുത്താൽ കറക്റ്റ് ഒരു വാല്യൂ കിട്ടും. അങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അതായത് പൂർണ്ണവർഗ്ഗങ്ങൾ വിളിക്കുക. സെറ്റല്ലേ മക്കളെ? അപ്പോൾ പൂർണ്ണവർഗ്ഗങ്ങളും അത് അഭാജ്യ സംഖ്യകളും പ്രൈം നമ്പേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയർ. ഈ രണ്ട് കാര്യങ്ങൾ മക്കളെ നിങ്ങൾ ഈ ചാപ്റ്റർ എക്സാം എഴുതണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ കിടക്കാം. 1 is asked to say 1 digit നമ്പർ പറഞ്ഞപ്പോൾ നമ്മൾ എഴുതി ടോട്ടൽ നമ്പേഴ്സ് 9 ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ച മക്കളെ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? പ്രൈം നമ്പർ. അതായത് പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ മക്കളെ നമ്മൾ നോക്കേണ്ടത് 1 മുതൽ 9 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന്, എത്ര അഭാജ്യ സംഖ്യകളുണ്ട് മക്കളെ? 1 മുതൽ 9 വരെ നമുക്കറിയാം അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2 3 5 7 11 എക്സെട്ര അല്ലേ. അപ്പോൾ 1 മുതൽ 9 വരെ ഏതൊക്കെയാണ് മക്കളെ പ്രൈം നമ്പേഴ്സ്? 2 3 5 7 4 അല്ലേ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത കാണാൻ പറഞ്ഞാൽ 1 മുതൽ 9 വരെ നമ്മളോട് ചോദിച്ചതിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് നോക്കുക. ഇതിൽ എത്ര പ്രൈം നമ്പേഴ്സ് മക്കളെ? 4 അല്ലേ. ഏതൊക്കെയാണ്? 2 3 5 7. അപ്പോൾ എത്രയാണ്? 4 ഉണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ് എത്ര? 1 മുതൽ 9 വരെ 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടി മക്കളെ? നമുക്ക് 4/9 കിട്ടി. ഇതിന് വേണ്ടി ഞാൻ നിങ്ങളോട് ആദ്യം ടോട്ടൽ നമ്പർ എഴുതി വെക്കാൻ പറഞ്ഞു. താഴെ നമുക്ക് എന്ത് എഴുതണം? ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ മൊത്തം താഴെ ടോട്ടൽ എഴുതുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് അറിയണം. 4 4/9 എഴുതാൻ പറ്റുക. അങ്ങനെ അടുത്ത പറയാം മക്കളെ, നമ്മളോട് എന്താ ചോദിച്ചത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്
പെർഫെക്റ്റ് സ്ക്വയർ, അതായത് പൂർണ്ണവർഗ്ഗം കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? 1 മുതൽ 9 വരെ എത്ര പൂർണ്ണവർഗ്ഗങ്ങളുണ്ട് നോക്കുക. അപ്പോൾ നമുക്കറിയാം മക്കളെ ഏതൊക്കെ ഇതിൽ 1 മുതൽ 9 വരുന്ന പൂർണ്ണവർഗ്ഗങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം 1, 4, 9, 16 എക്സെട്ര അല്ലേ. 1 മുതൽ 9 വരെ എത്ര പൂർണ്ണവർഗ്ഗങ്ങളുണ്ട്, എത്ര പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ട് നമുക്കറിയാം. 1, 4, 9, 3 എണ്ണല്ലേ ഇത് 1 മുതൽ 9 വരെ. അപ്പോൾ എന്താ ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി, പൂർണ്ണവർഗ്ഗം കിട്ടാനുള്ള സാധ്യത പറഞ്ഞാൽ ടോട്ടൽ 3 എണ്ണം ഉണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സ് 1 മുതൽ 9 വരെ 9 നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടി നമുക്ക്? 3/9 കിട്ടി. അപ്പോൾ ഈ 1 ഈസ് ആസ്ക്ഡ് ടു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രൈം നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഒന്നും നിങ്ങൾക്ക് പഠിച്ച ഒന്നും വെറുതെ ആവില്ല കേട്ടോ മക്കളെ. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് പഠിച്ചേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ നമ്മളോട് പറഞ്ഞേ? 1 ഈസ് ആസ്ക്ഡ് ടു സേ എ നമ്പർ ഫ്രം 1 to 20. ഒരാളോട് 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് പറയാൻ ആവശ്യപ്പെട്ടു. ഇനി എന്താ നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതെന്താവുള്ള സാധ്യത? പൂർണ്ണവർഗ്ഗമാവാനുള്ള സാധ്യത. അടുത്തത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? അത് അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എത്ര? അടുത്ത വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? 3ന്റെ ഗുണിതാവാനുള്ള സാധ്യത എത്ര? അതേപോലെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് 17? അത് 17 കിട്ടാനുള്ള സാധ്യത എത്ര? ഈ ഒരു 4 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, PYQ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ എഴുതണം മക്കളെ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്കറിയാം ടോട്ടൽ നമ്പേഴ്സ് എഴുതണം. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ട് എന്ന് എഴുതണം. 1 മുതൽ 20 വരെ എത്ര നമ്പേഴ്സാണ് മക്കളെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 20 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 20 നമ്പേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എഴുതുന്നില്ല. ഇനി നമ്മൾ 1 മുതൽ 9 വരെ എഴുതി തന്നിരുന്നു. ഇത് എഴുതുന്നില്ല. 1 മുതൽ 20 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ് ഉണ്ട്. ഇത് വേണം ആദ്യം എഴുതാൻ. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ നമ്മളോട്? വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഇത് എന്താവുള്ള പ്രോബബിലിറ്റി മക്കളെ? പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി, പൂർണ്ണവർഗ്ഗം ആവാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ. അപ്പോൾ മക്കളെ 1 മുതൽ 20 വരെ എത്ര പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ട്, എത്ര പൂർണ്ണവർഗ്ഗങ്ങളുണ്ട് മക്കളെ? നോക്കുന്നത് 1, 4, 9, 16. എത്ര എണ്ണല്ലേ മക്കളെ? 4 എണ്ണല്ലേ? 25 കൂട്ടാൻ പറ്റുമോ? ഇല്ല. 25 20 ശേഷമാണ്. നമ്മളോട് പറയാൻ പറഞ്ഞ 1 മുതൽ 20 വരെയാണ്. അപ്പോൾ 1 മുതൽ 20 വരെ എത്ര പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി എന്ത് വരും? 4 ഡിവൈഡ് ബൈ താഴെ നമ്മൾ എന്ത് ചെയ്താൽ ടോട്ടൽ നമ്പേഴ്സ് അല്ലേ? ടോട്ടൽ എത്ര നമ്പേഴ്സാണ്? 20. അപ്പോൾ എത്ര കിട്ടും? 4/20 എന്ന് ആൻസർ കിട്ടും നമുക്ക്. അങ്ങനെയാണ് എന്താ ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളോട് പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ അല്ലേ, അതായത് അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത. എന്ത് കിട്ടാനുള്ള സാധ്യത മക്കളെ? അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പറ 1 മുതൽ 20 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ നോക്ക് 1, 2, 3, 4, 5, 6, 7, 8 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 20 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 8 ഉണ്ട്. അപ്പോൾ സാധ്യത സമം 8 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സ് ആണ്? 20 നമ്പേഴ്സ്. അപ്പോൾ എത്ര കിട്ടും? 8/20 എന്ന് കിട്ടും. അങ്ങനെയാണ് എന്താ സി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളോട് പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3. എന്താണ് മക്കളെ? മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3ന്റെ ഗുണിതാവാനുള്ള സാധ്യത. എന്താ ചോദിച്ചാൽ നമ്മളോട്? 3ന്റെ ഗുണിതാവാനുള്ള സാധ്യത. അപ്പോൾ മക്കളെ ഏതാണ് 3ന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ? 3, 6, 9, 12, 15, 18, പിന്നെ എന്താ വരിക? 21, 24, 27, 30. ഇതല്ലേ 3ന്റെ മൾട്ടിപ്പിൾ. നമുക്ക് മൊത്തം വേണോ? വേണ്ട. 1 മുതൽ 20 വരെ എത്ര 3ന്റെ മൾട്ടിപ്പിൾ ഉണ്ട് നോക്കിയാൽ മതി. എത്ര 3ന്റെ ഗുണിതകളുണ്ട് മക്കളെ? 3, 6, 9, 12, 15, 18. ഇനി വേണോ? 21 വേണോ? വേണ്ട. 20ക്ക് ശേഷമാണ്. അപ്പോൾ എത്ര മക്കളെ? 6 ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 6 മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ട് ഡിവൈഡ് ബൈ 20. 3ന്റെ ഗുണിതങ്ങൾ എത്ര ഉണ്ട്? 6 ഡിവൈഡ് ബൈ 20. അങ്ങനെയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മക്കളെ. ഞാൻ ബ്ലാക്ക് കൊണ്ട് എഴുതി തരാം നിങ്ങൾക്ക്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും തെറ്റാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ABCD ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഡി ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 17 17 കിട്ടാൻ സാധ്യത. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പറ. എല്ലാ മക്കളും തെറ്റിക്കുന്ന കാര്യമാണ്. നിങ്ങൾ 17/20 എഴുതും. അതായത് നമ്മളോട് 17 കിട്ടാൻ സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ 1 മുതൽ 20 വരെ എണ്ണുമ്പോൾ 17 കിട്ടാൻ സാധ്യത. മക്കളെ നിങ്ങൾ പറയാം 1 മുതൽ 20 വരെ എണ്ണുമ്പോൾ നിങ്ങൾ എത്ര വട്ടം 17 കാണും? ഒരു വട്ടമല്ലേ 17 വരിക? 1, 2 അങ്ങനെ എണ്ണുമ്പോൾ 17 ഒരു വട്ടമല്ലേ വരിക? 17 വട്ടം വരും. നിങ്ങൾ 17/20 എന്ന് എഴുതിയാൽ എന്താണ്? 20ൽ 17 ഉണ്ട് എന്നാ. 17 ഒരു വട്ടമല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിക്കുക. നിങ്ങളോട് 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ 50 കിട്ടാനുള്ള പ്രോബബിലിറ്റി 50/100 എഴുതാൻ പറ്റില്ല. 50 ഒരു വട്ടം വരുന്നത്. അപ്പോൾ 1/100 എന്നാണ്. 1 മുതൽ 50 വരുമ്പോൾ 20 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1 മുതൽ 50 വരെ എണ്ണുമ്പോൾ
20 കിട്ടാനുള്ള പ്രോബിലിറ്റി തന്നെ 20 ഒരു വട്ടല്ലേ വരിക. അപ്പോൾ 1/50. അങ്ങനെയാണ് മക്കളെ 1 മുതൽ 20 വരെ എണ്ണുമ്പോൾ 17 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 17 ഒരു വട്ടല്ലേ വരിക. അപ്പോൾ ആൻസർ എന്താ വരിക? 1 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സാണ്? 20 നമ്പേഴ്സ്. അതായത് 17 ഒരു വട്ടാണ്. അപ്പോൾ 1/20. നിങ്ങളോട് 5 കിട്ടാനുള്ള പ്രോബിലിറ്റി വെച്ചാൽ 1/20. 4 കിട്ടാനുള്ള പ്രോബിലിറ്റി ആയിട്ട് 1/20. കാരണം 4, 5, 17 ഒക്കെ എത്ര വട്ടുള്ളൂ? ഒരു വട്ടുള്ളൂ. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. പ്രൈം നമ്പേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയർസ് എന്താണെന്ന് അറിഞ്ഞാൽ മതി. ബാക്കി എന്ത് ആൻസർ ചെയ്യാൻ കഴിയും. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ കുറേ കുട്ടികൾ തെറ്റിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ മക്കളെ സെറ്റ് അല്ലേ?